എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ മനുഷ്യരും എല്ലാ തരത്തിലും ഓരോ സ്വഭാവ സവിശേഷതകളോട് കൂടിയവരായിരിക്കും. ഒരു വീട്ടിൽ തന്നെ പല സ്വഭാവക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു നക്ഷത്രത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏകദേശം ഒരുപോലെയുള്ള സ്വഭാവമുള്ളവരായിരിക്കും എന്നതാണ് വസ്തുത. ഇതിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, തിരിച്ചടി നേരിടുന്നവയും ഉണ്ടാകാം. ചോതി നക്ഷത്രക്കാർക്ക് തിരിച്ചടിയാകുന്ന ചില സ്വഭാവ സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അവയെ കണ്ടെത്തി പരിഹരിക്കാനായാൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ചോതി നക്ഷത്രക്കാർ വളരെ തുറന്ന മനസ്സുള്ളവരാണ്. എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് പെരുമാറാനും ആകർഷണീയമായി സംസാരിക്കാനും ഇവർ ഇഷ്ടപ്പെടും. എന്നാൽ ചില അവസരങ്ങളിൽ ഇവർ ചില നിർബന്ധ ബുദ്ധികൾ കാട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന ചിന്ത ഉണ്ടാവുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും ചെയ്യും. ഈ ഒരു കാരണത്താൽ തന്നെ ഇവരുടെ പല നല്ല ബന്ധങ്ങളും അറ്റുപോകാൻ ഇടയാകാറുണ്ട്. ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും നിർബന്ധ ബുദ്ധി കാട്ടുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. ഇത് അടുത്ത ബന്ധങ്ങൾ പോലും അറ്റുപോകാൻ ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സ്വഭാവ സവിശേഷത ചോതി നക്ഷത്രക്കാർ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോതി നക്ഷത്രക്കാർ മികച്ച പെരുമാറ്റശീലമുള്ളവരാണ്. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് തന്നെ പറ്റിയുള്ള അഭിപ്രായത്തെക്കുറിച്ചും നല്ല മതിപ്പുള്ളവരായിരിക്കും ഇവർ. എന്നാൽ മറ്റുള്ളവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഇവർ ഇഷ്ടപ്പെടുകയില്ല. പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കാതെ മറുവാദങ്ങൾ ഉന്നയിച്ച് തൻ്റെ പക്ഷം ശരിയാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം ഇക്കൂട്ടർ നടത്തും. മാത്രമല്ല ഇത്തരത്തിൽ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ആളോട് കടുത്ത ശത്രുത പുലർത്തിയെന്നും വരും. ഇത്തരം പ്രവണത ചോതി നക്ഷത്രക്കാർ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തിക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അത് സഹിഷ്ണുതയോടെ മനസ്സിലാക്കുന്നതിലാണ് വിജയം. ആരോപണങ്ങളും വിമർശനങ്ങളും പലപ്പോഴും നമ്മെ തിരുത്താൻ സഹായിക്കുന്നവയായിരിക്കും എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇനി അടുത്തൊരു കാര്യം, കിട്ടുന്ന വരുമാനത്തിൽ മിച്ചം വെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. ഇവർക്ക് ധൂർത്തോ ആഡംബരമോ ഉണ്ടായിരിക്കില്ല. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ കഷ്ടപ്പെട്ട് മിച്ചം വെച്ച് സമ്പാദിച്ച പണം പെട്ടെന്നൊരു ദിവസം യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യത്തിനായിട്ട് ചിലവഴിച്ച് തീർക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടാവും. അത്യാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴായിരിക്കും അത്രത്തോളം ആവശ്യമില്ലാത്ത കാര്യത്തിനായിട്ട് ഈ പണം ചിലവഴിക്കുന്നത്. പിന്നീട് അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഇവർ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലൊന്നായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുക മാത്രമല്ല, അത് ഏത് കാര്യത്തിനായിട്ട് ചിലവാക്കുന്നു എന്നതിൽ ചോതി നക്ഷത്രക്കാർ ഉറച്ച തീരുമാനമെടുക്കണം. ഈ ഒരു പ്രവണത കാരണം മറ്റുള്ളവർ നിങ്ങളെ ധൂർത്തരെന്നോ ആഡംബരം ഇഷ്ടപ്പെടുന്നവരെന്നോ വിളിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇനി ചോതി നക്ഷത്രക്കാർ സ്വാതന്ത്ര്യബോധം കൂടുതലായിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ നിർദ്ദേശമനുസരിച്ചോ മറ്റൊരാളുടെ കീഴിലോ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. എത്ര വലിയ ജോലിയാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് തോന്നിയാൽ ആ ജോലി ഉപേക്ഷിക്കാൻ വരെ ചോതി നക്ഷത്രക്കാർ തയ്യാറാകും. സ്വയം തൊഴിൽ കണ്ടെത്തി അതിൽ വിജയിക്കണമെന്നാണ് ഇവർക്ക് താല്പര്യം. എന്നാൽ പലപ്പോഴും അതിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇവർക്കായെന്ന് വരില്ല. ആസൂത്രണമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇവരുടെ പോരായ്മയാണ്. ഏകദേശം 33 വയസ്സിന് ശേഷം ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനുള്ള യോഗമുള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. എന്നാൽ ആസൂത്രണമില്ലാതെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ നേട്ടങ്ങൾക്ക് തടസ്സം വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രകൃതം ചോതി നക്ഷത്രക്കാരായ നിങ്ങളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായാൽ വിജയം കൈവരിക്കാനാകുമെന്ന് ഉറപ്പാണ്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം.
ഇനി അടുത്തതായിട്ട് പറയേണ്ട കാര്യം, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് ചോതി നക്ഷത്രമാണ്. സ്നേഹത്തിൽ ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത വളരെ വലുതായിരിക്കും. എന്നാൽ ഈ സ്നേഹം പലപ്പോഴും ഇവർക്ക് തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുക. ഇവരുടെ ആത്മാർത്ഥത മറ്റുള്ളവർ കാണാതെ പോവുകയും മുതലെടുപ്പിനായി ശ്രമിക്കുകയും ചെയ്തെന്ന് വരാം. അതുകൊണ്ട് തന്നെ സ്നേഹത്താൽ പരാജയപ്പെടുന്നവരുടെ എണ്ണം ചോതി നക്ഷത്രക്കാരിൽ കൂടുതലാണ്. ചോതി നക്ഷത്രക്കാരായ ഭൂരിഭാഗം ആളുകൾക്കും പ്രണയപരാജയങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. സ്നേഹത്തിന് മുന്നിൽ അടിമപ്പെട്ടു പോകാതെ വിവേകത്തോടെ ചിന്തിച്ച് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചോതി നക്ഷത്രക്കാർ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇക്കൂട്ടർക്ക് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ്. ചോതി നക്ഷത്രക്കാരുടെ മനസ്സ് തുറന്ന പുസ്തകം പോലെയാണ്. ഒന്നും തങ്ങി നിൽക്കില്ല. കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ ആയ കാര്യങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കാതിരിക്കാൻ ഇവർക്കാകില്ല. അതുകൊണ്ട് തന്നെ പലരും വിശ്വാസ്യതയോടെ ഇവരോട് പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളിൽ എത്തിയിരിക്കും. ഈയൊരു കാരണത്താൽ ചോതി നക്ഷത്രക്കാർ പരദൂഷണ പ്രിയരാണെന്ന ചീത്തപ്പേര് കേൾക്കാനിടയുണ്ട്. യഥാർത്ഥത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കില്ല എന്നതാണ് വസ്തുത. സ്വന്തം രഹസ്യങ്ങൾ പോലും കൃത്യമായിട്ട് സൂക്ഷിക്കാൻ അറിയാത്തവരാണ് ചോതി നക്ഷത്രക്കാർ. നമ്മുടെ രഹസ്യകാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാൾ നമ്മളെ തന്നെ ചൂഷണം ചെയ്യാതിരിക്കാൻ കുറച്ച് രഹസ്യ സ്വഭാവം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യം ചോതി നക്ഷത്രക്കാർ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ജീവിത വിജയം നേടാൻ വളരെയധികം ഉപകരിക്കും. ഇണങ്ങാനും പിണങ്ങാനും ചോതി നക്ഷത്രക്കാർക്ക് അധികം സമയമൊന്നും വേണ്ട. എന്നാൽ മനസ്സിൽ എന്തെങ്കിലും പ്രതികാര ചിന്തയുണ്ടായാൽ അത് പെട്ടെന്നൊന്നും മാറില്ല എന്നത് ഈ കൂട്ടരുടെ സവിശേഷതയാണ്. അത് മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ നല്ലതാണെങ്കിലും പ്രതികാര ചിന്ത മനസ്സിൽ തങ്ങി നിൽക്കാൻ യാതൊരു കാരണവശാലും ഇട നൽകരുത്. അത് നിങ്ങളുടെ വ്യക്തിജീവിതത്തെ സാരമായിട്ട് ബാധിച്ചെന്ന് വരും. അടുത്തതായിട്ട് പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പങ്കാളിയോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. എന്നാൽ ഇവരുടെ സംസാരത്തിൽ പലപ്പോഴും കടന്നു വരുന്ന അഹങ്കാരം ദാമ്പത്യ ജീവിതത്തിൽ വില്ലനായിട്ട് മാറാറുണ്ട്. പങ്കാളിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള പെരുമാറ്റം ചില സമയങ്ങളിൽ ഇവർ കാഴ്ചവെക്കും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളിൽ അകാരണമായി പൊട്ടിത്തെറിക്കുന്ന മനോഭാവവും എന്തെങ്കിലും വസ്തുക്കൾ നശിപ്പിക്കുന്നതിനുള്ള പ്രവണതയും കാണുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അനാവശ്യ സുഹൃത്ത് ബന്ധങ്ങളും അതിൻ്റെ പേരിൽ പങ്കാളിയുമായി വഴക്കുകൂടുന്ന പ്രവണതയും ഇവരിൽ കാണാവുന്നതാണ്. അടുത്തതായിട്ട് പറയേണ്ട കാര്യം ഇക്കൂട്ടർക്കുള്ള കടം വാങ്ങുന്നതിനുള്ള പ്രവണതയാണ്. ചോതി നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ പ്രധാന പ്രശ്നമാണ് കടം വാങ്ങുന്നതിനുള്ള പ്രവണത. കയ്യിലുള്ള പണം അനാവശ്യമായിട്ട് ചെലവഴിച്ച് തീർക്കുകയും പിന്നീട് പണത്തിനായി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന അവസ്ഥ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ഇത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുഷിച്ചലുണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളിലൊന്നായിരിക്കും. കഷ്ടപ്പെടാനും അധ്വാനിക്കാനും ഒക്കെയും തന്നെ മനസ്സുള്ളവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. എന്നാൽ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഇവരിൽ പലർക്കും യാതൊരു ഗുണവും ഉണ്ടാകാത്ത അവസ്ഥയായിരിക്കും. ഒന്നും സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരും. യഥാർത്ഥത്തിൽ ഇവർ അധ്വാനിക്കുന്നു എന്നല്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പരാജയം നേരിടുന്നതിനുള്ള കാരണം. തനിക്ക് അനുയോജ്യമായത് എന്താണെന്ന് കണ്ടെത്താതെയാണ് ഇവരുടെ അധ്വാനം. നെഗറ്റീവുകൾ മാത്രമുള്ളവരാണ് ചോതി നക്ഷത്രക്കാരെന്ന് കരുതരുത്. മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നിരവധി നല്ല ഗുണങ്ങൾ ഇവർക്കുണ്ട്. എന്നാൽ ചില പ്രതികൂല സ്വഭാവങ്ങൾ മാറ്റാനായാൽ മാത്രമേ അവ ഗുണകരമായിട്ട് ഭവിക്കുകയുള്ളൂ എന്ന് മാത്രം. ഈ കാര്യങ്ങളിലൊക്കെയും തന്നെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ തരത്തിലും വിജയം കൈവരിക്കാനും ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.